ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ SIT അന്വേഷണം നിലയ്ക്കുന്നു. തൊണ്ടി മുതൽ ഇതുവരെ പൂർണ്ണമായും കണ്ടെത്താനായിട്ടില്ല. കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതും നീളുന്നു. പിന്നിൽ സർക്കാർ ഇടപെടലെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി രൂപീകരിക്കുന്നത്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണം ആദ്യഘട്ടത്തിൽ മികച്ച രീതിയിൽ മുന്നോട്ടു പോയി. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ N. വാസു, CPM നേതാവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ പത്മകുമാർ എന്നിവരെ SIT അറസ്റ്റ് ചെയ്തത് CPM-നെയും സർക്കാരിനെയും വെട്ടിലാക്കി. തുടർന്ന് വന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കവർച്ചയും അറസ്റ്റുകളും CPM-ന് നൽകിയത് വൻ തിരിച്ചടിയാണ്. ഇതോടെ SIT-ക്ക് മേൽ സർക്കാർ സമ്മർദ്ദം ശക്തമാക്കി. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള അടുത്ത ബന്ധം തെളിയിക്കുന്ന ചിത്രങ്ങൾ ഇതിനകം പുറത്തു വന്നു. ഇതിനെ തുടർന്ന് അന്വേഷണ സംഘം കടകംപള്ളിയെ ചോദ്യം ചെയ്തെങ്കിലും സർക്കാർ ഇടപെട്ടതോടെ തുടർ നടപടികൾ നിലച്ചു. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കേസ് വഴിതിരിച്ചുവിടാനുള്ള നീക്കത്തിനും SIT-ക്ക് കനത്ത തിരിച്ചടി കോടതിയിൽ നേരിടേണ്ടി വന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ SIT അന്വേഷണവും പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. സ്വർണ്ണപ്പാളികളുടെ പരിശോധന ബാർക്കിൽ പൂർത്തിയാകും വരെ കൂടുതൽ നടപടികൾ ഉണ്ടാകില്ല. കേസിൽ നിർണായക തെളിവാകേണ്ട തൊണ്ടിമുതലിനെക്കുറിച്ചും അന്വേഷണം നടക്കാത്ത സാഹചര്യമാണ്. ഇതിനൊപ്പം സ്വർണ്ണക്കവർച്ചയുടെ അന്വേഷണത്തിന് തുടക്കം കുറിച്ച 2025 പാളികൾ കടത്തിയ സംഭവത്തിലും കേസ് രജിസ്റ്റർ ചെയ്യാൻ SIT തയ്യാറായിട്ടില്ല. സർക്കാർ സമ്മർദ്ദമാണ് ഇതിനെല്ലാം പിന്നിലെന്ന ആക്ഷേപം ശരിവെക്കുന്ന തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. R. രാജീവ്, ജനം, തിരുവനന്തപുരം.